ഇപ്പോൾ മുഖ്യമന്ത്രിയും പോറ്റിയും ഒപ്പമുള്ള ആ ഫോട്ടോ വ്യാജമാണെങ്കിൽ അത് ആദ്യം പങ്കുവച്ച ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ഉന്നയിക്കുന്നില്ലേ രഞ്ജിത്ത് ഇപ്പോൾ പ്രവീൺ കുമാർ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ആദ്യത്തെ ഫോട്ടോ അത് AI നിർമ്മിത വ്യാജ ഫോട്ടോ ആണ് എന്നുള്ളതാണ് ആരോപണം. പക്ഷേ ഈ ഫോട്ടോ തന്നെ പലതരത്തിൽ പല നേതാക്കന്മാരും ഇട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഈ ഫോട്ടോ പങ്കുവച്ചത് ഇന്നലെ N സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ പ്രിന്റഡ് കോപ്പി എടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു. അത് ഈ ഫോട്ടോ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തില്ല എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേ ചോദ്യം DCC പ്രസിഡന്റും ആവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു നീതികേടായിട്ടുള്ളത് ഇത്തരത്തിൽ ബെയിലബിൾ ആയ ഒരു ഒഫൻസിന് വീട്ടിൽ വന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ വന്ന് മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല, വീട്ടിൽ വന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തി ബെയിൽ കൊടുത്തു വിടാൻ മാത്രമുള്ള ഒരു സീരിയസ് ഒഫൻസ് ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പങ്കുവെച്ച ആ ചിത്രത്തിൽ പങ്കുവെച്ചതിനോടൊപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് FBയിൽ നിന്ന് ലഭ്യമായത് എന്നുള്ളത്. മാത്രവുമല്ല അതിൽ ഒരു ഭാഗം അദ്ദേഹം റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നിയ ഒരു ഭാഗം റിമൂവ് ചെയ്തിരുന്നു. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഫോട്ടോ FBയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഗൂഗിൾ വഴി അതിൻ്റെ ഒരു പ്രാഥമികമായി അത് വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ChatGPTയും അതുപോലെ തന്നെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഫോട്ടോ AI നിർമ്മിതമാണോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടൊപ്പം അദ്ദേഹം വീണ്ടും ചില ഫോട്ടോകൾ, അതായത് ഈ കേസെടുക്കുന്നതിന് തൊട്ട് മുൻപ് യഥാർത്ഥത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ, ഒരു പോലീസുമായി ബന്ധപ്പെട്ട വാഹന കൈമാറ്റത്തിൻ്റെ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ പങ്കെടുക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ആ ചിത്രങ്ങളൊന്നും AI നിർമ്മിതമല്ല, അത് AI നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും അടുത്തു നിന്നിരുന്നുവെന്നും ഒരു ഉദ്ഘാടന ചടങ്ങിൽ അവർ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ അവർ തമ്മിൽ നടത്തുന്ന ഒരു നർമ്മ സംഭാഷണത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് അത് വ്യാജമാണ് എന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തോ കാതിൽ പറയാൻ ശ്രമിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ചിരിക്കുന്നു. ആ തരത്തിലൊരു ഫോട്ടോ ആണ് അത് വ്യാജമാണ് എന്ന് പറഞ്ഞത്. ആ ഫോട്ടോ N സുബ്രഹ്മണ്യൻ റിമൂവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കൂടുതൽ ഫോട്ടോസ്, അതായത് അതേ ചടങ്ങിൻ്റെ കൂടുതൽ ഫോട്ടോസ് അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ ഈ ഫോട്ടോസ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അതിനുശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ഫോട്ടോ വ്യാജമാണെന്നും നിയമ നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞതിന് ശേഷമാണ് ചേവായൂർ പോലീസ് സ്വമേധയാ ഇതിൽ കേസെടുത്തത്. ഇതിൽ N സുബ്രഹ്മണ്യനെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടെ CPM നേതാക്കന്മാർ ആരെങ്കിലും ഇക്കാര്യത്തിൽ N സുബ്രഹ്മണ്യനെതിരെ പരാതി കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു പരാതി കൊടുക്കാതെയാണ് നിലവിൽ N സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിട്ടുള്ളത്. ആ കേസ് തന്നെ വളരെ ഒരു ബെയിലബിൾ ആയിട്ടുള്ള സ്റ്റേഷൻ ജാമ്യം നൽകി വിടാൻ സാധിക്കുന്ന കേസാണ്. ഇന്നലെ അദ്ദേഹത്തോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ വേണ്ടി ചേവായൂർ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം അസൗകര്യം അറിയിച്ചു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നലെ ഹാജരാവാൻ പറ്റില്ല.